നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രി വി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ നേർക്കുനേർ പോരിലാണ്. ശിവൻകുട്ടി 2 പറഞ്ഞാൽ സതീശൻ 4 പറയും. സതീശൻ 6 പറഞ്ഞാൽ ശിവൻകുട്ടി 8 പറയും. അങ്ങനെ പോകുന്നു ഇരുവരും തമ്മിലുള്ള വാക്പോരിന്റെ കണക്ക്. എന്നാൽ കളിച്ച് ഇപ്പോൾ കളി കാര്യമായിട്ടുണ്ട്. വാക്പോരും കടന്ന് ഇരുവരും തമ്മിലുള്ള ബലാബലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നട്ടലുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേമത്ത് വന്ന് മത്സരിക്കൂ എന്നായിരുന്നു ശിവൻകുട്ടി വെല്ലുവിളിച്ചത്. എന്നാൽ ഈ വെല്ലുവിളി മന്ത്രി പെട്ടെന്നുള്ള രോഷത്തിലൊന്നും പ്രകടിപ്പിച്ചതല്ല. അതിൽ കൃത്യമായ ഒരു കളിയുണ്ട്. ചൂണ്ടയിൽ ഇര കൊരുത്ത് ശിവൻകുട്ടി ഒന്നിട്ട് കൊടുത്തതാണ്. അഥവാ സതീശൻ കൊത്തിയാൽ അത് ശിവൻകുട്ടിക്ക് കോളാണ്. ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ശിവൻകുട്ടി സതീശനെ വെല്ലുവിളിച്ചത്. അതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കേരള രാഷ്ട്രീയത്തിൽ ഉറ്റുനോക്കുന്ന മണ്ഡലമായ നേമത്ത് ഇത്തവണ പോരാട്ടം കടുക്കും എന്നുള്ളതാണ് ഒരു ചർച്ചാ വിഷയം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ധൈര്യമുണ്ടെങ്കിൽ വന്ന് മത്സരിക്കണമെന്ന് ശിവൻകുട്ടി വെല്ലുവിളിച്ചതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. നേമത്ത് വീണ്ടും മത്സരിക്കാൻ CPM സംസ്ഥാന നേതൃത്വം ശിവൻകുട്ടിക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഈ ഒരു രാഷ്ട്രീയ നീക്കം. കൃത്യമായി എല്ലാം കണക്കുകൂട്ടി തന്നെയാണ് ശിവൻകുട്ടി വെല്ലുവിളി നടത്തിയത്. 2016 തോൽവിയിലെ തിരിച്ചറിവാണ് ഇതിന് കാരണം. അന്ന് UDF-നായി ഘടകകക്ഷി നേതാവ് സുരേന്ദ്രൻ പിള്ള മത്സരിച്ചപ്പോൾ ശക്തമായ ഒരു ത്രികോണ പോരാട്ടം ഉണ്ടായില്ല. ഇതോടെ വോട്ടുകൾ BJP-യിലേക്ക് കേന്ദ്രീകരിക്കുകയും O രാജഗോപാൽ വിജയിക്കുകയും ചെയ്തു. 2021 K മുരളീധരൻ കോൺഗ്രസിനായി എത്തിയതോടെ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം അന്ന് നടന്നു. കോൺഗ്രസ് വോട്ടുകൾ കൃത്യമായി പെട്ടിയിലായതോടെ BJP-യുടെ കുമ്മനം രാജശേഖരൻ പരാജയപ്പെടുകയും ശിവൻകുട്ടി വിജയിക്കുകയും ചെയ്തു. അത് നമ്മൾ കണ്ടതായിരുന്നല്ലോ. നേമത്തെ BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ചവൻ ശിവൻകുട്ടി എന്നുള്ള കരഘോഷമായിരുന്നു കേരളം മുഴുവൻ അന്ന് ഏറ്റെടുത്തത്. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്. അതായത് BJP നേതാവ് നേമത്ത് വിജയിക്കാതിരിക്കാൻ കോൺഗ്രസ്സുകാർ പോലും CPM-ന് കൊണ്ടുപോയി വോട്ട് കുത്തിക്കൊടുത്തു. അപ്പോൾ നേമത്ത് മത്സരം ചൂട് പിടിക്കണമെങ്കിൽ ശക്തരായ എതിരാളികൾ തന്നെ അവിടെ ഇറങ്ങണം. അത് കണക്ക് കൂട്ടിയാണ് ശിവൻകുട്ടി ഇപ്പോൾ സതീശനെ വെല്ലുവിളിച്ചിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അങ്ങനെ ഒരു വെല്ലുവിളി ശിവൻകുട്ടി നടത്തുമ്പോൾ പക്ഷെ അത് ഏറ്റെടുക്കാൻ വി ഡി സതീശൻ തയ്യാറായിട്ടില്ല. വി ഡി സതീശന് നേമത്ത് വന്ന് നിൽക്കാനുള്ള അത്ര ഗഡ്സ് ഇല്ല എന്നാണ് പരിഹാസം വരുന്നത്. പറവൂരാണ് തൻ്റെ മണ്ഡലമെന്ന് വി ഡി സതീശൻ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ചൂണ്ടയിൽ ഒരു ഇര കൊരുത്തിട്ട് കാത്തിരുന്ന ശിവൻകുട്ടിക്ക് പക്ഷേ നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. എങ്കിലും വിട്ടിട്ടില്ല. ശിവൻകുട്ടി ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന് നട്ടലുണ്ടോ, ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അഥവാ ബിരിയാണി കൊടുത്താലോ എന്നുള്ളതാണ് ശിവൻകുട്ടിയുടെ കണക്കുകൂട്ടൽ. സംഘപരിവാറിനെതിരെ പോരാടുന്ന വലിയ യോദ്ധാവായി സ്വയം ചമയാൻ സതീശൻ ശ്രമിക്കുകയാണെന്ന് ശിവൻകുട്ടി പരിഹസിച്ചു. വെറുതെ പ്രസംഗ പീഠങ്ങളിൽ ഇരുന്ന് വാചക കസരത്ത് നടത്തിയാൽ സംഘപരിവാർ വിരുദ്ധത തെളിയിക്കാനാകില്ല. ധൈര്യമുണ്ടെങ്കിൽ നേമത്ത് വന്ന് BJP-യോട് ഏറ്റുമുട്ടൂ എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. ഇതോടെ കോൺഗ്രസിലെ പ്രധാനി തന്നെ നേമത്ത് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ശിവൻകുട്ടി. UDF-ന് ഇതൊരു കുരുക്കായിട്ട് ഇട്ടുകൊടുത്തിരിക്കുകയാണ് ശിവൻകുട്ടി. നേമത്ത് ശക്തനെ തന്നെ UDF-ന് ഇറക്കേണ്ടി വരും. ഇത്തവണ BJP കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറെ നേമത്ത് ഇറക്കാനാണ് സാധ്യത. രാജീവ് ചന്ദ്രശേഖർ പറയുകയും ചെയ്തു താൻ നേമത്ത് മത്സരിക്കുമെന്ന്. രാജീവ് ചന്ദ്രശേഖർ വന്നാൽ UDF സ്ഥാനാർത്ഥി ദുർബലനായാൽ അത് വീണ്ടും BJP-ക്ക് ഗുണകരമാകുമെന്ന് ശിവൻകുട്ടി ഭയക്കുന്നുണ്ട്. വി ഡി സതീശനെ പോലൊരു ശക്തനായ സ്ഥാനാർത്ഥി വന്നാൽ മാത്രമേ ത്രികോണ പോര് ഉറപ്പാകൂ എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. K മുരളീധരൻ ഇനി നേമത്ത് മത്സരിക്കില്ല. ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് ശിവൻകുട്ടി മറ്റൊരു ശക്തനെ നേമത്തേക്ക് തേടുന്നത്. ദുർബലരായ സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് നേമത്ത് നിലവിൽ കോൺഗ്രസ് ചർച്ചകളിലുള്ളത്. ഇതുകൂടി മനസ്സിൽ വെച്ചാണ് ശിവൻകുട്ടിയുടെ വെല്ലുവിളി. നേമത്ത് കോൺഗ്രസ് ആരെ ഇറക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത്തവണത്തെ ഫലമെന്നാണ് പലരും പറയുന്നത്. ശിവൻകുട്ടിയുടെ വെല്ലുവിളി UDF ഏറ്റെടുക്കുമോ അതോ പതിവ് പോലെ വോട്ട് ചോർച്ച ഉണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഏതായാലും BJP നേമത്ത് അനൗദ്യോഗിക പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. താനായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ശിവൻകുട്ടിയുടെ വെല്ലുവിളിക്ക് മറുപടിയായിട്ട് വി ഡി സതീശൻ രംഗത്ത് വന്നു. മന്ത്രി ശിവൻകുട്ടി വലിയ ഒരാളാണ്. എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെയധികം സംസ്കാരവും നിലവാരവും ഉള്ളയാളാണ് അദ്ദേഹം. എനിക്കതിൽ തർക്കമില്ല. നല്ല നിലവാരമുള്ള ആൾ തന്നെ.
ഞാൻ ശിവൻകുട്ടിയേക്കാൾ നിലവാരം കുറഞ്ഞ ആളാണ്, സമ്മതിക്കുന്നു. അപ്പോൾ തർക്കമില്ലല്ലോ എന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. നേമത്ത് മത്സരിക്കാനുള്ള ശിവൻകുട്ടിയുടെ വെല്ലുവിളിക്ക് മറുപടി പറയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. നിലവാരം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് എന്നെ വെല്ലുവിളിക്കരുത്. അദ്ദേഹത്തിന് എന്നേക്കാൾ നിലവാരവും സംസ്കാരവുമുണ്ട്. ഞാൻ തർക്കിക്കാനും വഴക്കിടാനും ഒന്നുമില്ല എന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. എനിക്കെതിരെ വ്യക്തിപരമായ പ്രചാരണങ്ങളാണ് വ്യാപകമായി നടക്കുന്നത്. AKG സെന്ററിലിരുന്ന് ഒരാളുടെ നേതൃത്വത്തിലും ഇപ്പോൾ പറഞ്ഞ മന്ത്രിയുടെ ഒരു സ്റ്റാഫിന്റെ നേതൃത്വത്തിലും എനിക്കെതിരെ വ്യക്തിപരമായ പ്രചാരണമാണ് അടിച്ചുവിടുന്നത്. ഡൽഹിയിൽ ചെന്നപ്പോൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സമൂഹ മാധ്യമത്തിൽ താങ്കൾ നിറഞ്ഞു നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നതല്ല, ശത്രുക്കളാണ് ഇത്തരത്തിൽ പ്രസൻസ് ഉണ്ടാക്കി തരുന്നത് എന്ന് വി.ഡി. സതീശൻ മറുപടി പറഞ്ഞു. ദിവസവും AKG സെന്ററിൽ നിന്നും 20 കാർഡും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 10 കാർഡും എനിക്കെതിരെ വരികയാണ്. എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നെഗറ്റീവ് ആണെങ്കിലും നോക്കുമ്പോൾ എന്നെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളാണ് ഇത്തരത്തിൽ ദുഷ്പ്രചാരണം നടത്തുന്നത്. അത്തരത്തിൽ തോട്ടിയിട്ട് പിടിക്കാനുള്ള ശ്രമമാണ് നേമത്ത് മത്സരിക്കാനുള്ള വെല്ലുവിളി. ഇതിലൊന്നും ഞാൻ വീഴില്ല. മന്ത്രി ശിവൻകുട്ടിയുമായി മത്സരിക്കാനൊന്നും ഞാനില്ല. അദ്ദേഹം വലിയ ആളല്ലേ എന്നും സതീശൻ പരിഹാസത്തോടെ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്കൽ നരേറ്റീവ്സ് ഉണ്ട്. ഇടതുപക്ഷത്തിന്റെ ചങ്ക് തുളച്ചു പോകുന്ന പൊളിറ്റിക്കൽ നരേറ്റീവ്സ് ആണ്. ആ വിഷയത്തിൽ നിന്നും വഴി തെറ്റിച്ചു കൊണ്ടുപോകാൻ ആരും നോക്കണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന വിഷയങ്ങളാകും കേരളത്തിലെ പൊളിറ്റിക്കൽ അജണ്ട. അതാകും ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതായത് അങ്ങനെ ഇപ്പോൾ ശിവൻകുട്ടിയുടെ വെല്ലുവിളി ഒന്നും ഏറ്റെടുക്കാൻ താൻ തയ്യാറല്ല എന്ന് വി.ഡി. സതീശൻ മറുപടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിന് തൊട്ട് പിന്നാലെ തന്നെ, അതായത് വി.ഡി. സതീശന്റെ പ്രതികരണം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ ഊച്ചാളി എന്ന് വിളിച്ചുകൊണ്ടാണ് CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഒരു വെല്ലുവിളി പോലും ഏറ്റെടുക്കാനുള്ള നട്ടെല്ല് പ്രതിപക്ഷ നേതാവിനില്ലേ എന്നാണ് ചോദ്യം. ധൈര്യമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് നേമത്ത് വന്ന് നിന്നൊന്ന് മത്സരിച്ച് ജയിച്ചു കാണിക്കൂ എന്നാണ് ഇപ്പോൾ CPMന്റെ സൈബർ ഗ്രൂപ്പുകളും ശിവൻകുട്ടിയെ പൊക്കിയടിച്ചുകൊണ്ട് പോസ്റ്റുകളും കമന്റുകളും ഇടുന്നത്. നേമത്ത് വരാൻ വി.ഡി. സതീശന്റെ നട്ടെല്ല് വിറയ്ക്കും, തണ്ടല്ല് പൊട്ടും എന്നൊക്കെയാണ് സൈബർ ഗ്രൂപ്പുകൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു രാഷ്ട്രീയ പോരിനപ്പുറത്തേക്ക് ഇരുവരും തമ്മിൽ വ്യക്തിപരമായ ചില വാക്പോരുകളിലേക്കും പോകുകയാണ്. കഴിഞ്ഞ കുറേ വേദികളിലൊക്കെ വി.ഡി. സതീശൻ അതിര് വിട്ടുപോകുന്ന തരത്തിൽ മന്ത്രി ശിവൻകുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കൊക്കെ ആയിരുന്നു കാര്യങ്ങൾ പോയത്. അത് ഒരിക്കലും ഒരു പ്രതിപക്ഷ ഭരണപക്ഷ മര്യാദയില്ലാത്ത രീതിയിലായിരുന്നു ഇരുവരും തമ്മിലുള്ള വാക്പോര് കടന്നുപോയത്. വി.ഡി. സതീശന്റെ ചില പരാമർശങ്ങൾ അങ്ങേയറ്റം മോശം നിറഞ്ഞതുമായിരുന്നു. അതിന് ശിവൻകുട്ടി മറുപടി കൊടുത്തു വന്നപ്പോൾ ഒരു മന്ത്രിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത ചില പരാമർശങ്ങൾ മന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നു. ഇരുവരും തമ്മിൽ ചെളി വാരി എറിയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയം പറയാതെ പകരം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കൊണ്ട് നേതാക്കൾ കളം നിറയുന്നത് ഒട്ടും ഭൂഷണമല്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.